ജെൻസിയിലെ റിലേഷൻഷിപ്പുകൾ ഒരിത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. കൂട്ടുകാർ കൂട്ടം കൂടി നിൽക്കുന്നിടത്ത് ഒരാണും പെണ്ണും പരസ്പരം ശ്രദ്ധിക്കാതെയോ മുഖം കൊടുക്കാതെയോ ഇരുന്നാൽ അവർ ശത്രുക്കളാണ് എന്നുള്ളതല്ല അതിനർത്ഥം. വെളുപ്പിനെ 3 മണി വരെ അവർ ചാറ്റിക്കൊണ്ടിരുന്ന ടീംസാണ്. ചാറ്റി എനർജി എല്ലാം ചോർന്നു പോയതാണ്. ഇനി എനർജി തിരിച്ചു വരണമെങ്കിൽ നേരം ഇരുട്ടണം. എനിക്കിഷ്ടം എ ആണ്, ബട്ട് ബി ഈസ് കൂൾ. പക്ഷേ സിയോടൊപ്പമാണ് ഞാൻ നടക്കാറ്. ഓഫ് കോഴ്സ് ഡി എ പാർട്ട്ണറാക്കാനാണ് എനിക്ക് താല്പര്യം. നമ്മളൊരു സമയത്ത് ചേട്ടാ ഒരു കാപ്പി എന്ന് പറഞ്ഞെടുത്ത് ഇപ്പോൾ കാപ്പിച്ചിനോ, എസ്പ്രസ്സോ, മക്കിയാട്ടോ, ലാറ്റെ ഒക്കെ വന്നില്ലേ? അതുപോലെ തന്നെ ഇതും സ്വാഭാവികം. പക്ഷേ ഇത് റാഡിക്കലായുള്ള ഒരു മാറ്റമല്ല. പണ്ടൊക്കെ പെൺകുട്ടികളെ പറ്റിയുള്ള സംശയങ്ങൾ ആൺകുട്ടികൾ തീർത്തിരുന്നത് ആൺകുട്ടികളുടെ ഗ്രൂപ്പിലായിരുന്നു, പെൺകുട്ടികൾ പെൺകുട്ടികളുടെ ഗ്രൂപ്പിലും. പക്ഷേ ഇപ്പോൾ സംശയം തീർക്കലിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത് ബെസ്റ്റീസാണ്. മുഖവരയോ ഭംഗിവാക്കോ ഒന്നുമില്ലാതെ ഫോൺ എടുത്ത് ഒരൊറ്റ ചോദ്യമാണ്, എടി അതെ ഒരു സംശയം. പിന്നെ രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നുള്ള നമ്മുടെ രാഷ്ട്രീയക്കാരുടെ നയവും. അകന്നിരിക്കുന്നവരെപ്പം വേണമെങ്കിലും അടുക്കാം, അടുത്തിരിക്കുന്നവരെപ്പം വേണമെങ്കിലും അകലാം. പിന്നെ മെല്ലെപ്പോക്ക് നയവും. റിലേഷൻഷിപ്പ് മാര്യേജിലെത്തണമെങ്കിൽ ഇത്തിരി പുളിക്കും. ഇനി അടുത്തത് ജെൻ എ ആണ്, ജനറേഷൻ ആൽഫ. പേരിൽ തന്നെ ഒരു വശപ്പശകാണ്. എ ഐയോടും റോബോട്ടിക്സിനോടുമൊക്കെ കളിച്ച് വളർന്നു വരുന്ന ടീം. ഗുഡ് ലക്ക് വിത്ത് ദം ജെൻ സി.